ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കറിക്ക് വേണ്ടിയിട്ട് എല്ലോട് കൂടി കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുള്ള 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് യോഗട്ട് ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായി 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നീട് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികളും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് വേണ്ട സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പാനിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി മുറിച്ച 2 പച്ചമുളക് ഇടാം. ഇനി 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ മസാലപ്പൊടികളെല്ലാം ചിക്കനിൽ ചേർത്തതുകൊണ്ട് ഇനി സവാളയിൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പാനൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടി ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.